ഹലോ, ദിശ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് ബാലൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്പർ സിസ്റ്റം തന്നെ അത്യാവശ്യം നിങ്ങൾ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് അറിയാം. അതിൽ നിന്ന് തന്നെ അത്യാവശ്യം കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്പർ സിസ്റ്റം ആൻഡ് LCM ആൻഡ് HCF അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. പക്ഷെ ഒരുവിധമുള്ള ആൾക്കാർ അത് പഠിക്കാറില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അതെല്ലാം നിങ്ങൾ പഠിച്ചു കാണുമല്ലോ, അതിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്നാൽ ബാലൻസ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ബാലൻസ് ക്വസ്റ്റ്യനും ഉണ്ട്, കുറച്ച് കൺസെപ്റ്റും ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ കുറേ അധികം കൺസെപ്റ്റ് പറഞ്ഞു തന്നു. എന്ന് വെച്ചാൽ റിമൈൻഡർ തിയറം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് റിമൈൻഡർ തിയറം, നെഗറ്റീവ് റിമൈൻഡർ തിയറം, മിക്സ്ഡ് ഒക്കെ ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ക്ലാസ്സിൽ അതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ RRBയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ നമ്പർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നമ്പർ ഇതാണ്, നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, ഈ നമ്പേഴ്സിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് ചെയ്യിപ്പിച്ചില്ലേ അല്ലേ? നമ്മളിത് ആൻസർ എഴുതിയായിരുന്നല്ലോ, കോമൺ എടുത്ത് എഴുതിയാണ്. 4⁻12 നമ്മൾ കോമൺ എടുത്തിട്ട് നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത റിമൈൻഡർ തിയറം, ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടിയിട്ടാണ് റിമൈൻഡർ തിയറം പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയി കാണുമല്ലോ. ഇനി അടുത്ത നമുക്കുള്ളതെന്ന് പറഞ്ഞാല് ഇതും ഇന്നലെ ചെയ്തായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനില് when a number is divided by 45, the remainder is 21. What will be the remainder when the number is divided by 50? ഓക്കെ, ഒരു നമ്പറിനെ 45 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ് 21. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിമൈൻഡറും എന്താണ്, ഡിവൈസർ എന്താണ്, ഡിവിഡൻഡ് എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്, നമ്മളിപ്പോൾ ഒരു 37 എന്ന് പറയുന്ന നമ്പറിനെ ഞാനിപ്പോൾ ഒരു 5 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഈ 2നെയാണ് റിമൈൻഡർ എന്ന് പറയാ. 5 എന്ന് പറയുന്നതാണ് ഡിവൈസർ, 7 എന്ന് പറയുന്നതാണ് കോഷ്യന്റ്, ഈ 37 എന്താണ്, ഡിവിഡൻഡ് ആണല്ലോ. ഡിവിഡൻഡ് ആണ് 37 എന്ന് പറയും. അപ്പൊ നമ്മള് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോ ചില ക്വസ്റ്റ്യനില് ഈ ഡിവിഡൻഡ് അങ്ങ് തരത്തില്ല. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 5 gives a quotient of 7 and a remainder of 2 എന്ന് പറയാം. ഒന്നുകൂടെ പറയാം, ഒരു നമ്പറിനെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്താല് കോഷ്യന്റ് ആയിട്ട് 7 കിട്ടും, റിമൈൻഡർ ആയിട്ട് 2 കിട്ടും. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെ ആ നമ്പർ അല്ലെങ്കിൽ ആ ഡിവിഡൻഡിനെ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഡിവിഡൻഡിനെ കണ്ടുപിടിക്കാൻ നമ്മൾ വേറൊന്നും ചെയ്യണ്ട. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 37 എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? ആകെ 7ഉം 5ഉം 2ഉമാണ് നമ്മുടെ കയ്യിലുള്ളത്. 7ഉം 5ഉം 2ഉമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് ഈ ഡിവിഡൻഡിനെ എങ്ങനെയൊക്കെയാ ഫോം ചെയ്യാൻ പറ്റുക? നമ്മൾ നോക്കുമ്പോഴേ 7 × 5 + 2 അല്ലേ 37 അല്ലേ? 7 × 5 + 2 എന്ന് പറഞ്ഞാൽ 7 × 5 + 2 ആണ് 37. ഇതിന്റെ ഇക്വേഷൻ അപ്പൊ എന്തായിരിക്കും വരിക? ഡിവിഡൻഡിന്റെ ഇക്വേഷൻ, ഡിവിഡൻഡ് അല്ലെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് 7 എന്ന് പറയുന്നത് കോഷ്യന്റ്, 5 എന്ന് പറയുന്നത് ഡിവൈസർ പ്ലസ് റിമൈൻഡർ. അപ്പോ ഡിവിഡൻഡിന്റെ ഇക്വേഷൻ എന്താ? ഡിവിഡൻഡ് ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഓക്കെ, എന്താണ് ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ. ഡിവൈസർ ആണ്, ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ആ ഇക്വേഷൻ പഠിച്ചില്ലേ? നമുക്കിനി അടുത്ത ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 45 ദ റിമൈൻഡർ ഈസ് 21 എന്ന് പറയുമ്പോൾ
ഒരു നമ്പറിനെ നമ്മൾ 45 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് 21. നമുക്ക് വേണമെങ്കിൽ നമ്പർ ആണ് ഡിവിഡൻഡ് എന്നറിയാം. നമ്പർ അല്ലെങ്കിൽ ഡിവിഡൻഡിന്റെ ഇക്വേഷൻ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്, ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇവിടത്തെ എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 45 എന്ന് പറയുമ്പോൾ 45 എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസർ ആണ്. അപ്പോ നമ്പർ ഈക്വൽ ടു 45 ഇൻറ്റു കോഷ്യന്റ് എത്രയാന്ന് ക്വസ്റ്റ്യന് തന്നിട്ടില്ല. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 45 ഡിവൈസർ ആണ്. ഗിവ്സ് ദ റിമൈൻഡർ 21. റിമൈൻഡർ 21 ആണ്. കോഷ്യന്റ് നമ്മൾ Q എന്ന് എടുത്തു. റിമൈൻഡർ എത്ര? 21. ഇതാണ് നമ്മുടെ നമ്പർ. ഓക്കെ, നമ്പർ മനസ്സിലായോ? ഇതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യം, വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ ദ നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ 15? ഈ നമ്പറിനെ 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്ര? ഈ നമ്പറിനെ 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്, നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ് ചോദ്യം. അപ്പൊ നമ്മള് ഇവിടെ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ് ആണ് റിമൈൻഡർ തിയറം. ഇവിടെ നമുക്ക് റിമൈൻഡർ തിയറം യൂസ് ചെയ്യാം, കാരണം റിമൈൻഡർ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 45 ഇൻറ്റു Q പ്ലസ് 21 ഡിവൈഡഡ് ബൈ 15നെ ഫസ്റ്റ് 45 ഇൻറ്റു Qനെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുക. അടുത്തത് 21നെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് 45 Qനെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുക, അടുത്ത 21നെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിമൈൻഡർ തിയറം എന്തായിരുന്നു? ഓരോ നമ്പറിനെയും ഡിവൈസർ വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. 45 Q ഡിവൈഡഡ് ബൈ 15, 21 ഡിവൈഡ് ബൈ 15. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താ? 45 Q എന്ന് പറഞ്ഞാൽ 15ന്റെ മൾട്ടിപ്പിൾ ആണ്. When the dividend is a multiple of divisor, the remainder is 0 എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിമൈൻഡറിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ആണല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ 45 Q ഡിവൈഡ് ബൈ 15 എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇൻഡിവിജ്വൽ റിമൈൻഡർ എടുക്കുക. ഇൻഡിവിജ്വൽ റിമൈൻഡർ എടുക്കുമ്പോൾ ഇവിടുത്തെ റിമൈൻഡർ 45 Q ഡിവൈഡ് ബൈ 15ന്റെ റിമൈൻഡർ എന്ത് വരും? 0. കാരണം 45നെ 15 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്ര? 0 ആണ്. ഇനി 21നെ 15 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്ര? 21നെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്ര വരത്തുള്ളൂ? 6 അല്ലേ? ചെയ്ത് നോക്കിക്കേ. 21നെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 1 വെച്ച് 15, ബാലൻസ് 6. നമ്മുടെ റിമൈൻഡർ എത്ര വരുന്നേ? 6 ആണ് നമുക്ക് ആൻസർ. ഓപ്ഷൻ എ ആണ് നമുക്ക് വരിക. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു നമ്പറിനെ നമ്മൾ 45 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് 21. അങ്ങനെയാണെങ്കിൽ ഈ വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ ദ നമ്പർ ഇസ് ഡിവൈഡ് ബൈ 15? ഈ നമ്പറിനെ നമ്മൾ 15 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്ര എന്നാണ് ചോദ്യം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അടുത്തത് ഡിവൈസർ നമുക്കറിയാം, കോഷ്യന്റ് Q എന്ന് ഇട്ടു, റിമൈൻഡർ 21 എന്ന് ഇട്ടു. നമ്മൾ ഈ നമ്പറിനെ 15 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ നമ്പറിനെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 Q പ്ലസ് 21 ഡിവൈഡ് ബൈ 15. അപ്പൊ നമുക്ക് റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്യണം, കാരണം ഇതിന്റെ റിമൈൻഡർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ 45 Q ഡിവൈഡ് ബൈ 15ന്റെ റിമൈൻഡർ എടുക്കുക, 21 ഡിവൈഡ് ബൈ 15ന്റെ റിമൈൻഡർ എടുക്കുക. 45 Q ഡിവൈഡ് ബൈ 15ന്റെ റിമൈൻഡർ 0, 21 ഡിവൈഡ് ബൈ 15ന്റെ റിമൈൻഡർ 6. ഓക്കെ, അപ്പൊ നമ്മള് അതിന്റെ ആൻസർ എന്താ കിട്ടുന്നത്? മൊത്തത്തിൽ നമുക്ക് ഇവിടെ ഉള്ള റിമൈൻഡർ ഏതാ? 0യും 6ഉം ആണ്. നടുക്കുള്ള ഓപ്പറേഷൻ പ്ലസ് അല്ലേ? രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 0 പ്ലസ് 6 ആകുമ്പോൾ ആൻസർ എന്താണ്? 6. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കണ്ടവര് മാത്രമേ സെക്കൻഡ് ക്ലാസ് കണ്ടിന്യൂ ആവൂ, കാരണം കണ്ടിന്യൂഷൻ ആണ്. ഫസ്റ്റ് ക്ലാസ് കണ്ടാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് കണ്ട് പഠിച്ചിട്ടേ സെക്കൻഡ് ക്ലാസ് കാണാൻ നിൽക്കാവൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാന്നാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. When m is divided by 7, the remainder is 5. When 3m is divided by 7, the remainder is. എന്ന് പറഞ്ഞാൽ എമ്മിനെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ
എന്താണ്? എമ്മിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 ആണ്. ഓക്കെ, എമ്മിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 5. ഓക്കെ, ഇനി 3mനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 3mനെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ഇവിടെ 5 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അസ്യൂം ചെയ്ത് ചെയ്യാൻ പറ്റും ഈ നമ്പർ എന്ന് പറയുമ്പോൾ, അസ്യൂം ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു നമ്പറിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 വരുന്ന ഒരു നമ്പർ ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 40 എടുക്കാം. 40നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 40നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 വരത്തില്ലേ? അപ്പൊ 40 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. 40നെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 35 ഇവിടെ എഴുതി, റിമൈൻഡർ 5 വന്നു. അപ്പൊ ആ നമ്പർ എമ്മിനെ ഞാൻ 40 ആയിട്ട് എടുത്തു. ഇതൊരു ചെറിയ കണക്കായതുകൊണ്ടാണ്, 45 അങ്ങനെയുള്ള നമ്പർ ഒന്നുമില്ല, 7 വന്നത് കൊണ്ടാണ് ഞാൻ അസ്യൂം ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എമ്മിന്റെ വാല്യൂ ഇപ്പൊ 40 വന്നു. 40നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5 വന്നു. ഇനി നമ്മുടെ ചോദ്യം 3m. അപ്പൊ m 40 ആണെങ്കിൽ 3m 3 × 40 ആകുമ്പോൾ 120. ഓക്കെ, അപ്പോ m 40 ആണെങ്കിൽ 3m എത്ര? 3 × 40 120. ഇനി 120നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ. 120നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 7. ഫസ്റ്റ് ഡിവൈഡ് മനസ്സിൽ തന്നെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. ഇനി തൊട്ട് സൈഡിലോട്ട് എഴുതി ചെയ്യരുത്. മനസ്സിൽ ചെയ്യുമ്പോൾ 120 ഡിവൈഡ് ബൈ 7, 12ന്റെ അവിടെ 7 വരുന്നു. അപ്പോ നമുക്ക് കിട്ടുന്നത് 12ന്റെ അവിടെ 7 ആണ് വരിക. റിമൈൻഡർ മാത്രം നോക്കിയാൽ മതി. അപ്പൊ 12ന്റെ അവിടെ 7 കൊടുത്തു, ബാലൻസ് 5, 5 0 കൂടെ 50 ആണ് വരിക. 50 ആകുമ്പോൾ 49 നമ്മൾ അവിടെ എഴുതി. അപ്പൊ റിമൈൻഡർ എന്താ വരിക? 1 ആണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് വരിക, ഓപ്ഷൻ എ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്തില്ല? നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്യാം. 45ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ, പക്ഷെ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 21 റിമൈൻഡർ വരണം. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് അല്ലേ? 45ന്റെ ടേബിൾ നമ്മളെല്ലാം ആലോചിച്ച് 45ന് നമ്മൾ ചെയ്യുമ്പോൾ 21 റിമൈൻഡർ വരുന്ന കേസൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഇപ്പൊ മനസ്സിലായോ? എന്താ വന്നേക്കുന്നേ? 40 ആണ് എമ്മിന്റെ വാല്യൂ, 3mന്റെ വാല്യൂ. അപ്പൊ എന്ത് വന്നു? 40 × 3. അപ്പോ നമുക്ക് 120 വന്നു. 120നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആണ് ചോദ്യം. 120നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്ര? 1. നമുക്ക് വേണമെങ്കിൽ 40ന് പകരം വേറെ നമ്പേഴ്സും എടുക്കാം. അപ്പോ 7 ആകുമ്പോഴ് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നമ്പർ 7 ആയിട്ട് തന്നെ എടുക്കാം. ആ നമ്പർ 7 ആണെങ്കിൽ 5 റിമൈൻഡർ വരണമെങ്കിൽ അത് എന്തായിരിക്കണം? 12 ആയിരിക്കണം. ആ നമ്പറിനെ ഞാൻ 12 എന്ന് എടുക്കുവാണ്. അപ്പൊ 12നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 കിട്ടും. ഇനി 12ന്റെ 3 ഇരട്ടി, ഇത് m ആണ്. അപ്പൊ 3m എത്ര വരും? 3 × 12 ആണ് 36. 36നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 36നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 1. ഓക്കെ, ചെയ്യുന്നത് മനസ്സിലായോ? എടുക്കേണ്ട രീതി മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ആലോചിക്കുക. റിമൈൻഡർ 5 വരണമെങ്കിൽ 7ന്റെ കൂടെ 5 കൂടിയ നമ്പർ എടുക്കുക. അപ്പൊ 14 എടുക്കുവാണെങ്കിൽ 14ന്റെ കൂടെ 5 കൂടിയ നമ്പർ 19 എടുക്കുക. 19 എടുക്കുമ്പോൾ 19നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരും. ആ കൺസെപ്റ്റ് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് നേരത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം? When a number is divided by 45, the remainder is 21. അപ്പോ when a number is divided by 45, the remainder is 21 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ആ നമ്പർ 45ന്റെ മൾട്ടിപ്പിൾസ് 45, 90 ഒക്കെയാണ് വരുന്നത്. താഴോട്ട് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് മൾട്ടിപ്പിൾ 45 അങ്ങ് എടുത്തു. 45ന്റെ കൂടെ 21 കൂടിയ നമ്പർ ഞാൻ അങ്ങ് എടുത്തു. ദാറ്റ് ഈസ് 66. ഓക്കെ, അപ്പൊ 21 കൂടിയ നമ്പർ 66. 66 ഡിവൈഡ് ബൈ 45 ചെയ്താൽ എനിക്ക് എത്ര വരുന്നത്? റിമൈൻഡർ 21 വന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ ദ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 15. ഈ 66നെ ഞാൻ 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഞാൻ 66 നമ്പറിനെ എടുത്തേക്കുന്നേ. അപ്പൊ 66നെ 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താ? 15 × 4 എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന റിമൈൻഡർ എത്ര? 6 ആണ്.
ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ 66 ÷ 45, ഞാൻ ഫസ്റ്റ് നമ്പർ 45 ഇങ്ങനെ ചെയ്തു പോയാലും മതി. അവിടെ ബേസ് മെത്തേഡ് ഞാനൊന്ന് കാണിച്ചു തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇക്വേഷൻ വഴി ചെയ്യേണ്ട നേരത്തെ രീതി പോലാണ്. ഇനി നമ്പർ അസ്യൂം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഏറ്റവും എളുപ്പം നമ്പർ അസ്യൂം ചെയ്ത് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് വേറെയും വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇക്വേഷൻ കൂടെ പറഞ്ഞത്. ഓക്കെ, ഡു ദ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നിങ്ങളുടെ യുക്തി യൂസ് ചെയ്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ ആൻസർ കിട്ടും, അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വരണം. ഇതിപ്പോ ഇങ്ങനെ ചെയ്താൽ പോരെ, പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ലേ എന്നൊരു തോട്ട് വരണം. ഓക്കെ, ഞാനിപ്പോ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ രണ്ട് മെത്തേഡ് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമുക്ക് നാളെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. രണ്ട് നമ്പേഴ്സ് തരുന്ന കേസൊക്കെ ചോദിക്കുമ്പോൾ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തിട്ട് അവരെ പ്ലസ് ചെയ്യാനൊക്കെ പറയും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻസും കൂടെ ഒക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടിട്ടാണ് ഇക്വേഷൻ കൂടെ വെച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഇവിടെ 45 എടുത്ത് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ 90 എടുക്കുകയാണെങ്കിൽ 90ന്റെ കൂടെ 21 കൂടിയ നമ്പർ ആകുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 111 വരും. 111 ÷ 45. 111 ÷ 45 ആകുമ്പോൾ 90 കൊടുക്കുമ്പോൾ ബാലൻസ് 21 വന്നു. ഇവിടുത്തെ റിമൈൻഡർ 21. ഇനി അടുത്തത് ഈ നമ്പറിനെ 111 ഞാൻ 15 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 15 വെച്ച് ഡിവൈഡ് ചെയ്താലും നമ്മൾ നോക്കുമ്പോൾ 15 ഇൻറ്റു ഏത് വരും? 15 ഇൻറ്റു 6 ചെയ്താൽ 90 വരും. 7 ആണെങ്കിലോ 35, 3 105 വരത്തില്ലേ? അപ്പോ 7 വെച്ചിട്ട് 105 വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് 11. 111 മൈനസ് 105 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 6 ആണ് നമുക്ക് വരിക. ഓക്കെ, ക്ലിയർ ആയോ? ചെയ്യുന്ന മെത്തേഡ് ക്ലിയർ ആയോ? ഓക്കെ, ഫസ്റ്റ് ഞാൻ ബേസ് പറഞ്ഞു, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞു. പിന്നെ ഓരോരോ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അസ്യൂം ചെയ്തും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഓക്കെ ആയോ? ഓക്കെ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാന്നാ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ കോപ്രൈം? അപ്പൊ കോപ്രൈം നമ്പർ എന്താന്ന് അറിയണമെങ്കിൽ നമ്പേഴ്സിന്റെ ഒക്കെ ഡിവിസിബിലിറ്റി റൂളും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയണം. എന്താണ് പ്രൈം നമ്പർ, എന്താണ് കോമ്പോസിറ്റ് നമ്പർ ഒക്കെ അറിയണം. ഓക്കെ, അപ്പോ അതിനു മുമ്പ് ഫസ്റ്റ് നമ്മൾ എന്താണ് പ്രൈം നമ്പർ, എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് അറിയണം. വാട്ട് ഈസ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 1 ആൻഡ് ഇറ്റ് സെൽഫ് ആണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഏതാ? ഇപ്പൊ ഞാൻ 2 എടുക്കുവാണ്. 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? വാട്ട് ഈസ് ഫാക്ടർ? ഫാക്ടർ എന്ന് പറഞ്ഞാല് ഒരു നമ്പർ 2 എന്ന് പറയുന്ന നമ്പർ ഏതിന്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അതുപോലെ തന്നെ വരുന്നുണ്ടോ അതാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 2 എന്ന് പറയുന്ന നമ്പർ 2ന്റെ ടേബിളിലുണ്ട്, 1ന്റെ ടേബിളിലുണ്ട്. അല്ലാതെ വേറെ എവിടെ നമ്മൾ 2 കണ്ടിട്ടില്ല. 1ന്റെ ടേബിളിൽ നമ്മൾ 2നെ കണ്ടിട്ടുണ്ട്, 2ന്റെ ടേബിളിൽ 2നെ നമ്മൾ അതേപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 1 ആൻഡ് 2 ആണ്. ഇനി ഫാക്ടേഴ്സ് ഓഫ് 3 എന്ന് പറഞ്ഞാലോ, 3നെ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? 1ന്റെ ടേബിളിലും 3യുടെ ടേബിളിലും അല്ലേ 3നെ കണ്ടിട്ടുള്ളൂ. ഇനി അതേപോലെ തന്നെ 4നെ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? 1ന്റെ ടേബിളില്, 2ന്റെ ടേബിളില്, 4ന്റെ ടേബിളിലും കണ്ടിട്ടുണ്ട്. 1ന്റെ ടേബിളില്, 2ന്റെ ടേബിളില്, 4ന്റെ ടേബിളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 2ന്റെ ഫാക്ടേഴ്സ് 1 ആൻഡ് ഇറ്റ് സെൽഫ് ആണ് വരുന്നത്. 3യുടെ ഫാക്ടേഴ്സ് 1 ആൻഡ് ഇറ്റ് സെൽഫ് ആണ് നമുക്ക് വരുന്നത്. അപ്പോ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ the numbers which have factors as 1 and itself is known as prime number. ചെറിയ ക്ലാസ് ഇതേപോലെ തന്നെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ എന്താണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് ഹാവ് ഫാക്ടേഴ്സ് ആസ് 1 ആൻഡ് itself ആണ് അതിന്റെ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൈം അല്ലാത്ത എല്ലാ നമ്പറും എന്താണ്? കോമ്പോസിറ്റ്. പ്രൈം അല്ലാത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആൻഡ് ഇറ്റ് സെൽഫ് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഫാക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് പറയും?
കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇവരെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദ നമ്പേഴ്സ് വിച്ച് ഹാവ് ഫാക്ടർ ആസ് വൺ ആൻഡ് ഇറ്റ് സെൽഫ് ആണ് പ്രൈം നമ്പർ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദ നമ്പേഴ്സ് വിച്ച് ഹാവ് ഫാക്ടേഴ്സ് അതർ ദാൻ വൺ ആൻഡ് ഇറ്റ് സെൽഫ്. വണ്ണും ആ നമ്പറും കൂടാതെ വേറെ കുറെ ഫാക്ടേഴ്സും കൂടെ വരുന്നുണ്ടെങ്കിൽ അവരെന്താണ്? കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ ആണല്ലോ. ഇനി ഇവരും കോപ്രൈം നമ്പേഴ്സുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് പേര് തന്നിട്ടുണ്ട്. ഇവര് കോപ്രൈം എന്താണെന്നാണ് ചോദ്യം. കോപ്രൈമിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് നമുക്ക് തന്നേക്കുന്നു, 7ഉം 8ഉം. ഇവര് കോപ്രൈം ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. 7ന്റെ ഫാക്ടേഴ്സ് എടുത്തു നോക്കുക, 1ഉം 7ഉം. 8ന്റെ ഫാക്ടേഴ്സ് എടുത്തു നോക്കുക, 1, 2, 4, 8. അപ്പോ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് 1 മാത്രമേ വരുന്നുള്ളെങ്കിൽ ഇവരെ നമുക്ക് കോപ്രൈം എന്ന് പറയാൻ പറ്റും. കോപ്രൈം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ഫാക്ടർ 1 ആണെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് പറയാം? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ വേറൊരു എക്സാമ്പിൾ 12ഉം 24ഉം. അപ്പൊ നമ്മൾ ഫാക്ടർ എടുത്ത് നോക്കുമ്പോൾ 12ന്റെ ഫാക്ടർ 1, 2, അങ്ങനെയുള്ള 3, അങ്ങനെ കുറെ നമ്പർ വരുവാണ്. ഇവിടെ ജസ്റ്റ് തുടക്കം ഒന്ന് എഴുതിയാൽ മതി. 1ലെ ഫാക്ടർ വരും, 2ല് വരും, 3ല് വരും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഫാക്ടേഴ്സ് എഴുതാനുണ്ട്, അത് എഴുതുന്നില്ല. നമ്മുടെ ആവശ്യം എന്താ? കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ വരാവൂ. പക്ഷെ നമ്മളിവിടെ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമല്ല 2ഉം 3ഉം ഒക്കെ വരുന്നില്ലേ. അതുകൊണ്ട് ഇവരെന്തല്ല? കോപ്രൈം നമ്പേഴ്സ് അല്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ 12, 24 ഒക്കെ 12ന്റെ ടേബിൾ ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഉറപ്പായിട്ടും 12 ഫാക്ടർ ആയിട്ട് വരും. ഇവിടെ 2ന്റെ ടേബിളിൽ ഇവർ വരുന്നുണ്ട്, 3ന്റെ ടേബിളിൽ ഇവർ വരുന്നുണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് കുറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇവരെന്തല്ല? കോപ്രൈം നമ്പേഴ്സ് അല്ല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ നമ്മള് ഇവിടെ നോക്കുമ്പോൾ 28ഉം 81ഉം ആണ് ഫസ്റ്റ്. അപ്പൊ 28ന്റെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതുമ്പോൾ 1, 2, 3 വരത്തില്ല, 4. അപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റബ്ബിയാണ്. ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 28ഉം 81ഉം എഴുതാം. 28ന്റെ ഫാക്ടേഴ്സ് 1 വരും. 1 വരുമ്പോൾ അങ്ങേയറ്റത്ത് 28 അങ്ങ് ഫില്ല് ചെയ്തോളണം. ഓക്കെ, 1 എഴുതുമ്പോൾ അങ്ങേയറ്റത്ത് 28 അങ്ങ് ഫില്ല് ചെയ്തോളണം. ഇപ്പൊ 28 ഫാക്ടേഴ്സ് എഴുതുക. 1 എഴുതുമ്പോൾ അങ്ങേയറ്റത്ത് 28, കാരണം 1 × 28 ആണല്ലോ 28. അങ്ങനെ ഫാക്ടേഴ്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഫാക്ടറും ലാസ്റ്റ് ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടണം. സെക്കൻഡ് ഫാക്ടറും സെക്കൻഡ് ലാസ്റ്റ് ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടണം. ഓക്കെ, അടുത്തത് ഞാനിപ്പോ ഇവിടെ 2 എഴുതുവാണ്, കാരണം 28 2ന്റെ ടേബിളിൽ വരും. 2 × എത്ര? 28. 14 × 2 അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ 14 ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് 3ന്റെ ടേബിളിൽ 28 ഇല്ല, 4ന്റെ ടേബിളിൽ 28 ഉണ്ട്. 4 ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ 7 ഫില്ല് ചെയ്യണം, കാരണം 4 × 7 ആണ് 28. വേറൊരു നമ്പറും വരത്തില്ല. നമ്മൾ നോക്കിയേ, 1ഉം 28ഉം 28 വന്നു, 2ഉം 14ഉം കൂടെ നമുക്ക് 28 വന്നു, 4ഉം 7ഉം കൂടെ നമുക്ക് എന്ത് വന്നു? 28 വന്നു. ഇനി 81ന്റെ ഫാക്ടേഴ്സ് 1 വന്നു, ഇവിടെ 81 വന്നു. ഇനി അടുത്തത് നമുക്ക് 3 വരും. 3 വരും നമുക്കിതില്. 3 ആവുമ്പോൾ എത്ര വരുന്നേ? 3 × എത്ര ആണ് 81 വരിക? ചെയ്ത് നോക്കിയാൽ മതി. ഏതോ ഒരു നമ്പറിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 81 വരിക. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്? 81/3. യഥാർത്ഥത്തിൽ 81നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് അപ്പുറത്തോട്ട് എഴുതിയാൽ മതി. മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഒരു നമ്പറിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 81 വരിക. ആ നമ്പർ കണ്ടുപിടിക്കാൻ 81/3 ചെയ്താൽ മതി. 81/3 ആകുമ്പോൾ 2 വെച്ചിട്ട് അവിടെ 6 വരും, ബാലൻസ് 21. അപ്പൊ 27 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 27 വന്നു. ഇനി അടുത്തത് വേറെ ഏതാ നമ്പർ ഉള്ള? 9 മാത്രമല്ലേ ഉള്ളൂ. കാരണം നോക്കിയേ, ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് 81, സെക്കൻഡ് ലാസ്റ്റും സെക്കൻഡ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 81, നടുക്കുള്ളത് 9 മൾട്ടിപ്ലൈ ചെയ്ത് 81.
ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ രണ്ടിന്റെ ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ആര് മാത്രമേ ഉള്ളൂ? 1 മാത്രമല്ലേ കോമൺ ആയിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ കോപ്രൈൻ നമ്പർ ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് കോപ്രൈൻ നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കോപ്രൈൻ നമ്പേഴ്സ് മനസ്സിലായോ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് എന്ത് വരിക? കോപ്രൈൻ നമ്പർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 12ഉം 27ഉം ആണ് നമുക്ക് വരിക. 12ന്റെ ഫാക്ടർ എടുക്കുമ്പോൾ 1ഉം 2ഉം 3ഉം വന്നു. തുടക്കത്തിൽ ഞാൻ കുറച്ച് എഴുതുന്നുള്ളൂ. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 1ന്റെ ടേബിളിലും 3യുടെ ടേബിളിലും 27 ഉണ്ട്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് 3 നിൽക്കുന്നുണ്ട്, 1 നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്തല്ല? കോപ്രൈൻ നമ്പർ അല്ല. കാരണം കോമൺ ആയിട്ട് 1 മാത്രമല്ല വരിക. 12ന്റെ ടേബിള് 12 അതേപോലെ ഏതിന്റെയൊക്കെ ടേബിൾ ഉണ്ട്? 1ന്റെ ടേബിളിലും 2ന്റെ ടേബിളിലും 3ന്റെ ടേബിളിലും ഉണ്ട്. 27 ആണെങ്കിൽ 1ന്റെ ടേബിളിലും 3ന്റെ ടേബിളിലും ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് 1ഉം 3ഉം നിൽക്കുന്നു അല്ലേ? രണ്ടിലും കോമൺ ആയിട്ട് 1ഉം 3ഉം അല്ലേ നിൽക്കുന്നത്? അപ്പൊ കോമൺ ആയിട്ട് 1ഉം 3ഉം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരെന്തല്ല? കോപ്രൈൻ നമ്പേഴ്സ് അല്ല. ഇനി അടുത്തത് 21ഉം 56ഉം. 21 56 എഴുതുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. 21 56 കൂടെ 7ന്റെ ടേബിളിൽ 2 പേരും വരുന്നുണ്ട്, 1ന്റെ ടേബിളിൽ 2 പേരും വരുന്നുണ്ട്. അപ്പൊ ഇവരെന്തല്ല? ഇവരും കോപ്രൈൻ നമ്പർ അല്ല. കാരണം ഇവരെ കോമൺ ഫാക്ടർ ആയിട്ട് 21 7ന്റെ എന്ന് പറഞ്ഞാൽ 21 എന്ന് പറയുന്ന നമ്പർ 7ന്റെ ടേബിൾ ഉണ്ട്, 56 എന്ന് പറയുന്ന നമ്പർ 7ന്റെ ടേബിൾ ഉണ്ട്. ഫാക്ടേഴ്സ് എഴുതിയാലും ഇവര് രണ്ടുപേരെ സൈഡിൽ ആര് വന്ന് നിൽക്കും? 7 വന്ന് നിൽക്കും. ഇവിടെ 1ഉം വരും 7ഉം വരും, ഇവിടെ 1ഉം വരും 7ഉം വരും. അപ്പൊ ഇവരെന്തല്ല? അവരും കോപ്രൈം അല്ല. ഓക്കെ, ഇനി 36 പറയുകയാണെങ്കിൽ ഇവര് 1ന്റെ ടേബിളിലുണ്ട് 2ന്റെ ടേബിളുണ്ട്. ഇവരും 1ന്റെ ടേബിളിൽ 2ന്റെ ടേബിളുണ്ട്. ഇപ്പൊ തന്നെ 2 നമ്പർ വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് എടുത്താൽ കുറെ നമ്പേഴ്സ് വരും. അപ്പൊ അത് നമുക്ക് വേണ്ട. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് കോപ്രൈൻ നമ്പർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഓപ്ഷൻ എ നമുക്ക് 28ഉം 81ഉം ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ നമ്മള് കോൺസിക്യൂട്ടീവ്, ഇപ്പൊ നമ്മള് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുവാണ്. 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുവാണ്. എന്താണ് നാച്ചുറൽ നമ്പർ? 1 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ള നമ്പറിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുവാണ്. അവര് കോപ്രൈം ആയിരിക്കും. Will 2 consecutive natural numbers be coprime? ഇതാണ് എന്റെ ചോദ്യം. 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ എടുക്കുവാണ്, അവര് കോപ്രൈം ആയിരിക്കുമോ? ഇതാണ് എന്റെ ചോദ്യം. അപ്പൊ ഞാൻ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 എടുക്കുക, 2 എടുക്കുക. ഇവര് രണ്ടും കൂടെ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1ന്റെ ഫാക്ടർ 1, 2ന്റെ ഫാക്ടർ 1ഉം 2ഉം. ഇവര് കോമൺ ആയിട്ട് 1 വരുന്നുള്ളൂ. ഇവര് കോപ്രൈം ആണ്. ഇനി അടുത്തത് 3ഉം 4ഉം വേണമെങ്കിൽ എടുക്കാം. 3 4, 3യുടെ ഫാക്ടർ 1ഉം 3ഉം, 4ന്റെ ഫാക്ടർ 1 2 4. രണ്ടിലും കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. ഇവര് കോപ്രൈം. 5 6. ഓക്കെ, അപ്പോ ഇവരെ ഫാക്ടർ 1ഉം 5ഉം, ഇതിന്റെ ഫാക്ടർ 1 2 3 6. കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത് 1. അപ്പൊ ഇവരെന്താണ്? കോപ്രൈം. അപ്പൊ ഇതിന്ന് എന്ത് മനസ്സിലായി? 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും? കോപ്രൈം ആയിരിക്കും. ഇതൊരു പോയിന്റ് പോലെ എഴുതി വെച്ചേക്കുക. 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും? കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും വരിക. ക്ലിയർ ആയോ? 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും വരിക? കോപ്രൈം നമ്പേഴ്സ് ആയിട്ടായിരിക്കും വരിക. അതേപോലെ നിങ്ങൾക്ക് ഞാൻ പണ്ട് കുറെ ക്ലാസ്സുകളിൽ ബേസിക് മാത്സ് എന്നും പറഞ്ഞിട്ട് സ്ക്വയർ എളുപ്പം കണ്ടുപിടിക്കുന്ന മെത്തേഡ്, ക്യൂബ് അങ്ങനെ പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, 15 വരെയുള്ള ക്യൂബ് മാക്സിമം കാണാതെ പഠിച്ചാൽ മതി. സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ്, നിയർ ടു 50 നിയർ ടു 100 വരെയുള്ള കൺസെപ്റ്റ് എല്ലാം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡിവിസിബിലിറ്റി റൂൾ എല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു പഠിക്കണം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ കണ്ടുപഠിക്കണം.
ഓക്കെ, നിങ്ങളൊന്ന് അടിച്ചു നോക്കിയിരുന്നാൽ മതി. അപ്പൊ ആ ഡിവിസിബിലിറ്റി റൂൾ ആയാലും മാത്സിന്റെ സ്ക്വയേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആയാലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാ, നോക്കി ഒന്ന് പഠിക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ വരെയുള്ള കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, what will be the product of the smallest prime number except 0 and any whole number? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നാച്ചുറൽ നമ്പറിലെ ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈം നമ്പർ എന്താ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ the numbers which have factors as 1 and itself ആണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ നമ്പറിലെ ഏറ്റവും ചെറിയ ഒരു പ്രൈം നമ്പർ ഏതാ? നമ്മള് 1 ആണ് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. പക്ഷെ 1നെ നമുക്ക് പ്രൈം എന്നും പറയാൻ പറ്റത്തില്ല, കോമ്പോസിറ്റ് എന്നും പറയാൻ പറ്റത്തില്ല. അപ്പോ 1 is neither prime nor composite. ഓക്കെ, 1 എന്ന് പറയുന്നത് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് നമ്പർ ആണ്. ഓക്കെ, ഇനി അടുത്തത് 2 എന്ന് പറയുമ്പോൾ 2 ന്റെ ഫാക്ടേഴ്സ് 1 ഉം 2 ആണ്. അപ്പൊ ഇവരെന്താണ്? നമ്പേഴ്സ് വിച്ച് ഹാവ് ഫാക്ടേഴ്സ് ഇസ് 1 ആൻഡ് ഇറ്റ് സെൽഫ് എന്നല്ലേ? അപ്പൊ 1ഉം ആ നമ്പറും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെന്താ? പ്രൈം നമ്പർ ആണ്. അപ്പൊ 2 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രൈം നമ്പർ. നാച്ചുറൽ നമ്പറിലെ ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. നമ്മൾ നോക്കുമ്പോൾ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ? 0 ഒഴിച്ചിട്ടുള്ള സ്മോളസ്റ്റ് പ്രൈം നമ്പർ എടുക്കുക. 0 ഒഴിച്ചെന്ന് ചുമ്മാ പറയുന്നതാണ്. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാ? 2 ആണ്. വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഓൺലി ഈവൻ പ്രൈം നമ്പർ 2 ആണ്. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ നമുക്കുള്ളൂ, അത് 2 ആണ്. എന്താണ് ഈവൻ എന്ന് പറയുന്നത്? ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 2 വരും, 4 വരും, 6 വരും. എന്നാൽ 2ന്റെ ടേബിളിലുള്ള എല്ലാ നമ്പറും എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. ഇരട്ട സംഖ്യ എന്നാണ് നമ്മൾ പറയുന്നത്. 0യും ഒരു ഈവൻ നമ്പർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ എഴുതി വെച്ചേക്ക, ഓൺലി ഈവൻ പ്രൈം നമ്പർ. ഓൺലി ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത്, ഓൺലി ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? 2 ആണ്. 2 ഇസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. ക്ലിയർ ആയോ? ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അതെന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയൊക്കെ ആണല്ലോ. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് വന്നേ. വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ? സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന വാക്ക് എന്താ? മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഡക്റ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആൻഡ് എനി ഹോൾ നമ്പർ എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ഹോൾ നമ്പറും എനി ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള നമ്പർ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 0 എടുക്കണ്ട, വേറൊരു ഹോൾ നമ്പർ എടുത്തേ. അപ്പൊ 2 ഇൻറ്റു ഫസ്റ്റ് ഹോൾ നമ്പർ 0 കഴിഞ്ഞാൽ പിന്നെ 1 വന്നു. അപ്പൊ 2 ഇൻറ്റു 1 ആകുമ്പോൾ ആൻസർ എന്താ? 2. ഇനി സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ഇൻറ്റു അടുത്ത ഹോൾ നമ്പർ 1 കഴിഞ്ഞാൽ പിന്നെ 2 ആണ്, 4. ഇനി അടുത്തത് 2 ഇൻറ്റു അടുത്ത ഹോൾ നമ്പർ 3 ആണ്, ആൻസർ 6 ആണ്. അപ്പൊ അതിനർത്ഥം കിട്ടുന്ന ഉത്തരം 2, 4, 6 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്. മീൻസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, സ്മോളസ്റ്റ് പ്രൈം നമ്പറും ഒരു ഹോൾ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക എന്നാണ് ചോദ്യം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അത്രയും നമുക്ക് കിട്ടുന്ന എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓൾവേസ് ആൻ ഈവൻ നമ്പർ. ഓപ്ഷൻ സി, ഓൾവേസ് ആൻ ഈവൻ നമ്പർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ആർ കോപ്രൈം? ഈ തന്നേക്കുന്നതില് ഏതാണ് കോപ്രൈം നമ്പർ ആയിട്ട് വരിക? കുറച്ച് സമയം ഞാൻ തരാം, നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കിയേ. ചെയ്ത് കമന്റ് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, ഫുള്ളി ചെയ്ത് നോക്കിയില്ലെങ്കിലും നമുക്ക്
ഏതെങ്കിലും നമ്പർ കോമൺ ആയിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ അത് നോക്കിയാൽ മതി. കോമൺ ആയിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ നോക്കിക്കേ. കുറച്ച് സമയം തരാം. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡിവിസിബിലിറ്റി റൂളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഡിവിസിബിലിറ്റി റൂൾ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു. ഡിവിസിബിലിറ്റി റൂള് നിങ്ങളൊന്ന് നോക്കി പഠിക്കണം. അത് ഞാൻ പണ്ടത്തെ ക്ലാസ്സുകളിലൊക്കെ ഫുൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഡിവിസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ്, ഇവിടുത്തെ കണ്ടന്റ് കുറയും. അതുകൊണ്ടാണ് അത് നോക്കി പഠിക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ തുടങ്ങാം. എന്നാ കണ്ടുപിടിക്കുക. ഏകദേശം പറ്റുന്നുണ്ടോ? എല്ലാ ഫാക്ടറും എഴുതണ്ട. നമുക്ക് കോമൺ ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പൊ ഞാൻ ഫസ്റ്റ് നോക്കാം, പറഞ്ഞുതരാം എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. 348ഉം 296ഉം വലിയ നമ്പർ ആണെന്ന് ഉണ്ടെങ്കിലും ഇവർ രണ്ടുപേരും 1ന്റെ ടേബിളിലുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഈ രണ്ട് നമ്പറും 2 വെച്ച് ഡിവിസിബിൾ ആണ്. 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് വെച്ചാൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2ന്റെ ടേബിളിലുള്ള നമ്പർ ആണെങ്കിൽ ഈ ഫുൾ നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആണ്. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 8, ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 6. രണ്ടും 2 വെച്ചിട്ടുള്ള 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള നമ്പർ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും എന്താ 2 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ഇവർ രണ്ടും 2 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഫാക്ടർ ആയിട്ട് 2ഉം കൂടെ വരുന്നുണ്ട്. 1 മാത്രമല്ല കോമൺ ആയിട്ട് നിൽക്കുന്ന ഫാക്ടർ, 2ഉം കൂടെ വരുന്നുണ്ട്. വേറൊരു നമ്പറും കൂടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവരെന്തല്ലെന്ന് പറയാം? കോപ്രൈം അല്ലെന്ന് പറയാം. ഇവര് കോപ്രൈം അല്ല. കാരണം നമ്മുടെ കൺസെപ്റ്റ് എന്താ? The numbers which have common factor as 1 is known as coprime number. ഓക്കെ, ഇനി അടുത്തത് 114. 114ഉം 213. നമ്മൾ ഇത് നോക്കുമ്പോൾ ഈ തന്നേക്കുന്ന നമ്പർ 3 1 വെച്ച് രണ്ടിന്റെ ഫാക്ടർ ആയിട്ട് വരും. 2 എന്തായാലും വരത്തില്ല, കാരണം ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 4, ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. അപ്പൊ ഇത് 2 വെച്ച് ഡിവിസിബിൾ ആണ്. പക്ഷെ ഇത് 2 വെച്ച് ഡിവിസിബിൾ അല്ലാത്തതുകൊണ്ട് പിന്നെ അത് എടുക്കണമെന്നില്ല. ഇനി അടുത്തത് 2 3ന്റെ ടേബിളിൽ വരുന്നോ എന്ന് നോക്കുക. അതിന് നമ്മള് 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഓർക്കണം. 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഡിജിറ്റ് എടുക്കുക. 1 പ്ലസ് ഈ 114നെ 1 + 1 + 4 എന്ന് എടുക്കണം. അതെന്ന് പറഞ്ഞാൽ എത്ര? 6. സം ഓഫ് ദ ഡിജിറ്റ് 3യുടെ ടേബിളിലുള്ള നമ്പർ വരുവാണെങ്കിൽ അത് 3 വെച്ച് ഡിവിസിബിൾ ആണ്. സം ഓഫ് ഡിജിറ്റ് 3യുടെ ടേബിളിലുള്ള നമ്പർ അല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഇതെന്താണ്? 3 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ ആണല്ലോ. സം ഓഫ് ദ ഡിജിറ്റ് 3യുടെ ടേബിളിലുള്ള നമ്പർ വരുവാണെങ്കിൽ അത് 3 വെച്ച് ഡിവിസിബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സം ഓഫ് ദ 6 ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് 3 വെച്ച് ഡിവിസിബിൾ ആണ്. കാരണം എന്താ? സം ഓഫ് ദ ഡിജിറ്റ് എടുക്കുമ്പോൾ 3യുടെ ടേബിളിലുള്ള നമ്പർ വരുവാണെങ്കിൽ ഈ ഫുൾ നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇത് 3 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി നമുക്ക് ഇത് നോക്കാം. 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. 2 + 1 + 3 ചെയ്യണമെന്നില്ല. 21ഉം 3ഉം അല്ലേ കിടക്കുന്നേ. അപ്പൊ അത് 3 വെച്ച് ഡിവിസിബിൾ അല്ലേ. അപ്പൊ ഇത് തന്നേക്കുന്ന രണ്ട് നമ്പറും 3 വെച്ചും ഡിവിസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ കോമൺ ഫാക്ടർ ആയിട്ട് 1ഉം വരുന്നുണ്ട്, പിന്നെ 3ഉം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? 1ഉം 3ഉം വരുന്നത് കൊണ്ട് തന്നെ ഇവരെന്തല്ല? കോപ്രൈം നമ്പർ അല്ല. 1 മാത്രം വന്നായിരുന്നെങ്കിൽ കോപ്രൈം എന്ന് എഴുതായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ പറ്റുന്നില്ല. അപ്പൊ ഇതെന്തല്ല? ഇവരും കോപ്രൈം അല്ല. ഓക്കെ, ഇനി ഈ ഓപ്ഷൻ ഡി അങ്ങ് നോക്കിക്കേ. രണ്ട് നമ്പറും ഇവിടെ 3025 4920 രണ്ടും 5 വെച്ച് ഡിവിസിബിൾ അല്ലേ. ഇവരുടെ ഫാക്ടർ ആയിട്ട് ഉറപ്പായിട്ടും കോമൺ ആയിട്ട് 1 വരും. അതിന്റെ കൂട്ടത്തിൽ 5ഉം കൂടെ വരും. കാരണം 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ, അല്ലെങ്കിൽ ഒരു നമ്പർ 5 വെച്ച് ഡിവിസിബിൾ ആവുന്ന എപ്പോഴാണ്? ഈ തന്നേക്കുന്ന നമ്പർ 5ന്റെ ടേബിൾ ഉണ്ടോ എന്ന് അറിയുന്ന എങ്ങനെയാ? വേറെ ഒന്നും ചെയ്യണ്ട, ഇവരുടെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കണം. ഇവരുടെ ലാസ്റ്റ് ഡിജിറ്റ് 5ഓ 0ഓ വരുവാണെങ്കിൽ ഇവരെന്താണ്? 5 വെച്ച് ഡിവിസിബിൾ ആണ്. ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5ഓ 0ഓ വരുവാണെങ്കിൽ അവരെന്താണ്? 5 വെച്ച് ഡിവിസിബിൾ ആണ്. 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? അവസാനത്തെ ഡിജിറ്റ് 2ന്റെ ടേബിളിലുള്ള നമ്പർ, ദാറ്റ് ഈസ് 0 2 4 6 8. അതേപോലത്തെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ അവരെന്താണ്? 2 വെച്ച് ഡിവിസിബിൾ ആണ്. അടുത്തത്, ഇപ്പൊ ഒരു നമ്പർ 3
വെച്ച് ഡിവിസിബിൾ ആവുന്ന എപ്പോഴാ? സം ഓഫ് ദ ഡിജിറ്റ് 3യുടെ ടേബിളിലുള്ള നമ്പർ വരുവാണെങ്കിൽ അവർ 3 വെച്ച് ഡിവിസിബിൾ ആണ്. എപ്പോഴാണ് ഒരു നമ്പർ 5 വെച്ച് ഡിവിസിബിൾ ആവുക? ആ നമ്പറിന്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കുക. ലാസ്റ്റ് ഡേറ്റ് 0യോ 5ഓ വരുവാണെങ്കിൽ ആ തന്നേക്കുന്ന നമ്പർ 5 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തത് 3025 4920 ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും 5 വെച്ച് ഡിവിസിബിൾ ആണ്. കാരണം ലാസ്റ്റ് ഡേറ്റ് 5ഉം 0യും ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇവരുടെ ഫാക്ടർ ആയിട്ട് നമുക്ക് 5ഉം വരും. അപ്പൊ 1ഉം 5ഉം ഫാക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്തല്ല, കോപ്രൈം അല്ല. പിന്നെ കോപ്രൈം ആയിട്ട് വരാൻ ആരേ ഉള്ളൂ? ഓപ്ഷൻ സി 97ഉം 59ഉം ആണ് നമുക്ക് കോപ്രൈം ആയിട്ട് വരിക. ക്ലിയർ ആയോ? 97ഉം 59ഉം ആണ് നമുക്ക് കോപ്രൈം ആയിട്ട് വരിക. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ക്ലിയർ ആയോ? അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഡിവിസിബിലിറ്റി റൂൾ എല്ലാം പഠിച്ചിട്ട് വരിക. അത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് വരണം, കാരണം നമുക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അന്നലെ നമുക്ക് കോപ്രൈം നമ്പേഴ്സ് ഏതാന്നൊക്കെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ കോപ്രൈം നമ്പേഴ്സിനെ കുറിച്ച് ഏകദേശം നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇടയ്ക്ക് എക്സ് വെച്ചിട്ടുള്ള നമ്പർ, ഇടയ്ക്ക് ഒരു ഡിജിറ്റ് തരത്തില്ല, അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പഠിക്കണം. അപ്പൊ അത് ഡിവിസിബിലിറ്റി റൂൾ ഞാൻ പെട്ടെന്നൊന്ന് പറയും. അപ്പോഴേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് അത്യാവശ്യം ബേസിക് വേണ്ട, ബേസിക് മാത്സ് ആണ് അതിലെല്ലാം പറയുന്നത്, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഒരു യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡും കൂടെ പറയുമ്പോൾ ഈ ചാപ്റ്റർ ഓക്കെ ആവും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാലൻസ് ആയിട്ട് നോക്കാം. ഇവിടെ വരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കുറച്ച് ടോപ്പിക്സ് അല്ലേ പഠിപ്പിക്കുന്നുള്ളൂ. കുറച്ച് പഠിപ്പിക്കുന്നതിന്റെ തന്നെ കാരണം ഒരുപാട് സ്റ്റഫ് ചെയ്ത് തന്നാലേ നിങ്ങൾ പഠിക്കത്തില്ല. അത്രയും കുത്തി ഞെരിക്കുന്ന തന്ന് നിങ്ങൾ പഠിക്കത്തില്ല. അത്രയും കുറഞ്ഞു കൊച്ചു ടോപ്പിക്സ് ഞാൻ പറയുന്നുള്ളൂ. ആ ടോപ്പിക്സ് പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇത്രയും ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.